ഹലോ മൈ ഡിയർ ഫ്രണ്ട്സ്, എല്ലാവർക്കും നക്ഷത്ര 1111ലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് നിങ്ങളുടെ റിലേഷൻഷിപ്പിനെ കുറിച്ചും നിങ്ങളുടെ വ്യക്തിയെക്കുറിച്ചുമാണ്. നിങ്ങളുടെ വ്യക്തിയിൽ മാറ്റങ്ങൾ വരാനായിട്ട് നിങ്ങൾ പ്രാർത്ഥനകളൊക്കെ നടത്തുന്നുണ്ടാവാം. അപ്പോൾ അത്തരത്തിൽ നിങ്ങളുടെ പ്രാർത്ഥനയ്ക്ക് എന്തെങ്കിലും രീതിയിൽ അവരിൽ മാറ്റം വന്നു തുടങ്ങിയിട്ടുണ്ടോ എന്ന് നോക്കുന്നുണ്ട്. അതുപോലെ നിങ്ങൾ സ്നേഹിക്കുന്ന വ്യക്തിയുടെ ഇപ്പോഴത്തെ ആ ഒരു അവസ്ഥ എന്താണ്? അപ്പോൾ ഈ കാര്യങ്ങളാണ് ഇന്ന് നമ്മൾ നോക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ തീർത്തും ഇതൊരു ജനറൽ റീഡിംഗ് ആണ്. ജനറൽ റീഡിംഗ് ആയതുകൊണ്ട് തന്നെ എല്ലാവർക്കും ഒരുപോലെ റെസനേറ്റ് ആകണമെന്നില്ല. സോ ഇതിൽ പറയുന്ന കാര്യങ്ങൾ നിങ്ങളുടെ ലൈഫിലെ സിറ്റുവേഷനുമായിട്ട് മാച്ച് ചെയ്ത് വരുന്ന കാര്യങ്ങളാണ് എങ്കിൽ ഇതിലെ പോസിറ്റീവായ കാര്യങ്ങൾ നിങ്ങളുടെ ലൈഫുമായി കണക്റ്റ് ചെയ്ത് അട്രാക്റ്റ് ചെയ്യുക. അതുപോലെ തന്നെ ഇതൊരു ടൈംലെസ് റീഡിംഗ് ആണ്. ഈ വീഡിയോ നിങ്ങൾ എപ്പോഴാണോ കാണുന്നത് അപ്പോൾ മുതൽ നിങ്ങൾക്കിത് റെസനേറ്റ് ആകുന്നതാണ്. അപ്പോൾ ഈ ഒരു വീഡിയോ കാണുന്ന സമയത്ത് നിങ്ങളുടെ വ്യക്തിയുടെ മുഖം മനസ്സിൽ കൊണ്ടുവരിക. അവരുമൊത്തുള്ള നല്ല ഓർമ്മകൾ മനസ്സിലേക്ക് കൊണ്ടുവരിക. തീർച്ചയായിട്ടും നിങ്ങളുടെ ബന്ധത്തിലൊരു ചേഞ്ച് സംഭവിക്കുകയാണ്. അതായത് നിങ്ങളുടെ ബന്ധത്തിൽ ഒരു പുതിയ തുടക്കം കുറിക്കാൻ നിങ്ങൾക്ക് സാധിക്കും എന്നുള്ളതാണ് ഇവിടെ കാണുന്നത്. തീർച്ചയായിട്ടും ഈ ഒരു ബന്ധത്തിലൊരു തേർഡ് പാർട്ടിയുടെ ഇടപെടലുണ്ട്. ഒരു തേർഡ് പാർട്ടിയുടെ വരവോടു കൂടിയാണ് നിങ്ങളുടെ ബന്ധത്തിൽ ഇത്തരത്തിൽ പ്രശ്നങ്ങൾ ഉണ്ടായിരിക്കുന്നത്. എന്നാൽ നിങ്ങളുടെ ബന്ധത്തിലെ പ്രശ്നങ്ങളെല്ലാം മാറി നിങ്ങളുടെ ആ ഒരു റിലേഷൻഷിപ്പിൽ ഒരു ന്യൂ ബിഗിനിങ് തന്നെ ഉണ്ടാകാൻ പോവുകയാണ്. നിങ്ങളുടെ ജീവിതത്തിനൊരു ജസ്റ്റിസ് ഉണ്ടാവുന്നു, ഒരു നീതി ലഭിക്കാൻ പോകുന്നു എന്നുള്ളതാണ്. നിങ്ങളുടെ പ്രാർത്ഥനയുടെ ഫലമായിട്ട് തന്നെ നിങ്ങൾ സ്നേഹിക്കുന്ന വ്യക്തിക്ക് ഒരു ചേഞ്ച് സംഭവിക്കുന്നു എന്നുള്ളതാണ്. നിങ്ങളുടെ പ്രാർത്ഥനയുടെ ഫലം എന്ന് തന്നെ പറയാം. ഇവിടെ നിങ്ങളുടെ ജീവിതത്തിന് ഒരു നീതി ലഭിക്കുന്നു. അതായത് ആ വ്യക്തിക്ക് ഒരു മാറ്റം, പോസിറ്റീവായിട്ടൊരു മാറ്റം സംഭവിച്ചിരിക്കുന്നു എന്ന് തന്നെ കാണാൻ സാധിക്കുന്നുണ്ട്. തീർച്ചയായിട്ടും ഒരുപാട് വേദനകൾ തന്നിട്ടാണ് അവർ പോയിട്ടുള്ളത്. നിങ്ങളെ കുത്തി നോവിച്ചിട്ടുണ്ട്. തീർച്ചയായും നിങ്ങളിവിടെ ഒരുപാട് വിഷമിച്ചിരിക്കുന്ന സിറ്റുവേഷനിൽ കൂടി തന്നെയാണ് ഇപ്പോൾ പോകുന്നത്. നിങ്ങളുടെ ഉള്ളിൽ ഒരുപാട് വിഷമങ്ങൾ ഇപ്പോൾ ഉണ്ട്. തീർച്ചയായും നിങ്ങളുടെ ഉള്ളിൽ ഒരുപാട് വിഷമമുണ്ട് ഈ ഒരു അവസ്ഥയോർത്ത്. തീർച്ചയായും നിങ്ങളുടെ പേഴ്സൺ ഇപ്പോൾ ഒരു ട്രാൻസ്ഫർമേഷൻ പീരീഡിൽ കൂടിയാണ് കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. നിങ്ങളുടെ പേഴ്സൺ നിങ്ങളുമായിട്ട് എന്തൊക്കെയോ പ്രശ്നങ്ങൾ കൊണ്ട് അകന്നു നിൽക്കുന്ന ഒരു സാഹചര്യമാണ് ഉള്ളത്. ഇപ്പോൾ നോ കോണ്ടാക്റ്റിലോ അല്ലെങ്കിൽ ലെസ് കോണ്ടാക്റ്റിലോ ഒക്കെ ആയിരിക്കാം നിങ്ങളുടെ സിറ്റുവേഷൻ. അപ്പോൾ നിങ്ങളുടെ ബന്ധത്തിലൊരു പ്രശ്നം ഉണ്ടാകാനുള്ളൊരു പ്രധാന കാരണം ആദ്യം പറഞ്ഞ പോലെ തന്നെ ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷൻ തന്നെയാണ്. അതായത് മറ്റൊരു വ്യക്തി നിങ്ങളുടെ ബന്ധത്തിലേക്ക് വന്നതിൻ്റെ ഭാഗമായിട്ട് നിങ്ങളും ആ ഒരു വ്യക്തിയുമായിട്ട് പ്രശ്നങ്ങൾ ഉണ്ടാകാനുള്ള കാരണങ്ങളുണ്ടായി. അതായത് തേർഡ് പാർട്ടി എന്ന് പറയുന്ന വ്യക്തി നിങ്ങൾക്കിടയിൽ പ്രശ്നങ്ങൾ ഉണ്ടാകാൻ വേണ്ടി എന്തെങ്കിലും തരത്തിൽ തെറ്റിദ്ധാരണകൾ അവർക്ക് ഉണ്ടാക്കി കൊടുത്തിരിക്കാം. അപ്പോൾ ഇവിടെ തേർഡ് പാർട്ടി എന്ന് പറയുമ്പോൾ ഫ്രണ്ട്സ് ആകാം, അല്ലെങ്കിൽ ചിലർക്കിത് ഫാമിലി തന്നെയാകാം, ഫാമിലിയിലെ ഏതെങ്കിലും മെമ്പേഴ്സ് ആവാം, അതല്ലെങ്കിൽ മറ്റൊരു റിലേഷൻഷിപ്പ് ആകാം. ഇത് നിങ്ങളുടെ ജീവിതത്തിൽ ഒട്ടും പ്രതീക്ഷിക്കാതെ നടന്നൊരു സംഭവമായിട്ടാണ് കാണുന്നത്. തീർച്ചയായും അവരുടെ ജീവിതത്തിൽ പുതിയൊരു
വഴിത്തിരിവ് സംഭവിക്കുകയാണ്. നിങ്ങളുടെ പ്രാർത്ഥനകൾ കൊണ്ടും നിങ്ങളുടെ ഭാഗത്തൊരു സത്യമുള്ളതുകൊണ്ടും അവർ നിങ്ങളിലേക്ക് തന്നെ വരാൻ ഒരുങ്ങുന്നു എന്നാണ് കാണുന്നത്. ഒരു മാറ്റത്തിന് അവർ വിധേയമാകുന്നു. കാരണം നിങ്ങൾ ആ വ്യക്തിയെ അത്രത്തോളം മനസ്സുകൊണ്ട് ആഗ്രഹിക്കുന്നുണ്ട്. നിങ്ങളുടെ ആ സ്നേഹത്തെ പെട്ടെന്നൊരു ദിവസം അവഗണിച്ച് തന്നെയാണ് അവർ പോയിട്ടുള്ളത്. അപ്പം ഇവർക്കൊരു മാറ്റമുണ്ടാകാൻ തന്നെയാണ് നിങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുന്നത്. തീർച്ചയായും ഈ ഒരു വ്യക്തി നിങ്ങൾ ആഗ്രഹിക്കുന്ന തരത്തിലൊരു സ്നേഹവുമായി നിങ്ങളിലേക്ക് വരുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത്. കാരണം അവരുടെ ഉള്ളിലുള്ള നെഗറ്റീവ് ചിന്തകളെല്ലാം തന്നെ ഇപ്പോൾ ഹീലായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഈ ഒരു വ്യക്തി ആഗ്രഹിക്കുന്നതും നിങ്ങളുമായിട്ടുള്ള റിലേഷൻഷിപ്പിൽ ഒരു പുതിയ തുടക്കം വേണമെന്ന് തന്നെയാണ്. അതുമാത്രമല്ല, നിങ്ങളോട് പറയാതെ മറച്ചു വെച്ചിട്ടുള്ള പല കാര്യങ്ങളെപ്പറ്റിയും ഒരു ക്ലാരിറ്റി നിങ്ങൾക്ക് തരാൻ, അതായത് ഉള്ളു തുറന്ന് സംസാരിക്കണം എന്നൊക്കെ അവരിപ്പോൾ ആഗ്രഹിക്കുന്നുണ്ട്. ഒരുപക്ഷെ നിങ്ങളിൽ നിന്ന് എന്ത് കാരണം കൊണ്ടാണോ അകന്നത്, ആ ഒരു കാര്യത്തിൽ സത്യാവസ്ഥ നിങ്ങളെ അറിയിക്കണമെന്നായിരിക്കും ഒരുപക്ഷെ അവർ ആഗ്രഹിക്കുന്നത്. അപ്പോൾ എന്താണെങ്കിലും നിങ്ങളെ ഒരുപാട് വേദനിപ്പിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. അതായത് നിങ്ങളെ മാനസികമായിട്ട് ഒരുപാട് വിഷമിപ്പിച്ചതിന് ശേഷം സൈലൻ്റായിട്ട് അങ്ങ് ഇറങ്ങിപ്പോവുകയാണ് ഉണ്ടായിട്ടുള്ളത്. അപ്പോൾ അന്നവർ നിങ്ങൾ പറയുന്നതൊന്നും അംഗീകരിക്കാനോ കേൾക്കാനോ നിങ്ങൾക്കൊരു ചാൻസ് തന്നിട്ടില്ല. അതൊന്നും അവർ കേൾക്കാൻ കൂട്ടാക്കിയിട്ടില്ല. അപ്പോൾ അവരുടെ ലൈഫിൽ അവർ നിങ്ങളോട് തെറ്റ് ചെയ്തിട്ടാണ് പോയിട്ടുള്ളതെങ്കിൽ, അല്ലെങ്കിൽ മറ്റൊരു വ്യക്തിയുടെ വരവോട് കൂടിയാണ് നിങ്ങളുടെ ബന്ധം തകർന്നതെങ്കിൽ, അതിൻ്റെ ഭാഗമായിട്ടാണ് ഈ ഒരു വ്യക്തി നിങ്ങളുടെ ലൈഫിൽ നിന്ന് പോയതെങ്കിൽ, അവരിപ്പോൾ ആഗ്രഹിക്കുന്നത് നിങ്ങളുടെ സാമീപ്യമാണ്. അതായത് നിങ്ങളുടെ വില എന്താണെന്ന് അവരിപ്പോൾ മനസ്സിലാക്കുന്നുണ്ട്. ഒരുപക്ഷെ അവർ ആഗ്രഹിച്ചത് എന്താണോ, അവർ എന്താഗ്രഹിച്ചാണോ പോയത്, അതൊന്നും അവരുടെ ലൈഫിൽ നടന്നിട്ടില്ല എന്നാണ് ഇവിടെ കാണുന്നത്. തീർച്ചയായും അവരിപ്പോൾ നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്നുണ്ട്. നിങ്ങളിലേക്ക് വരുന്നതും നിങ്ങളോട് ഇടപഴകുന്നതുമെല്ലാം അവർ സ്വപ്നം കാണുന്നുണ്ട്. നിങ്ങളുമായിട്ട് ചേരുമ്പോൾ തന്നെയാണ് അവരുടെ ലൈഫിനൊരു പൂർണ്ണത കൈവരുന്നത് എന്നുള്ളൊരു ചിന്ത, അല്ലെങ്കിൽ ആ ഒരു സത്യം അവരിപ്പോൾ മനസ്സിലാക്കുന്നുണ്ട്. ഇപ്പോൾ അവർ തീർത്തും ഒരു ഒറ്റപ്പെട്ട അവസ്ഥയിലാണ്. അതായത് മറ്റൊന്നിലും അവർക്കൊരു തൃപ്തി കിട്ടുന്നില്ല. അവർ വളരെയധികം മാനസികമായിട്ട് ബുദ്ധിമുട്ടുന്ന ഒരു അവസ്ഥയാണ് കാണാൻ സാധിക്കുന്നത്. അതായത് ഒരു കാര്യങ്ങളും ഷെയർ ചെയ്യാൻ പോലും അടുത്ത് ആരുമില്ലാത്ത ഒരു അവസ്ഥയാണ്. ഇപ്പോൾ തേർഡ് പാർട്ടിയുടെ യഥാർത്ഥ സ്വഭാവമൊക്കെ അവർ മനസ്സിലാക്കിയിട്ടുണ്ട്. അവരുടെ ഒറ്റപ്പെടൽ അവരെ ഒരുപാട് വേദനിപ്പിക്കുന്നുണ്ട്. ഇപ്പോൾ നിങ്ങളെന്ന് പറയുന്ന ആ ഒരു പേഴ്സൻ്റെ ആ ഒരു അഭാവം അവരെ തീർത്തും വേദനിപ്പിക്കുന്നുണ്ട്. അപ്പോൾ അവരുടെ ആ ഒരു നിലനിൽപ്പ്, അല്ലെങ്കിൽ അവരുടെ ജീവിതം തന്നെ മുന്നോട്ട് പോകണമെങ്കിൽ നിങ്ങൾ അവരുടെ ഒപ്പം വേണമെന്ന് അവർ മനസ്സിലാക്കുന്നുണ്ട്. ആ ഒരു യാഥാർത്ഥ്യം അവർ തിരിച്ചറിയുന്നുണ്ട്. നിങ്ങളുടെ മാനിഫെസ്റ്റേഷൻ പവറോ അല്ലെങ്കിൽ നിങ്ങളുടെ പ്രാർത്ഥന, ഇതിൻ്റെയൊക്കെ ഒരു പോസിറ്റീവ് ഊർജം നിങ്ങളുടെ ജീവിതത്തിൽ പ്രകാശിക്കുന്നു എന്നാണ് കാണുന്നത്. അപ്പോൾ അവരാഗ്രഹിക്കുന്നത് നിങ്ങളുമായിട്ടുള്ള ആ ഒരു ബന്ധത്തിൻ്റെ പുതിയ ഉണർവാണ്. ഇവർക്ക് മാനസികമായിട്ടുള്ളൊരു ആകർഷണം നിങ്ങളുടെ അടുത്തേക്ക് വരുന്നതായിട്ട് കാണുന്നുണ്ട്. എല്ലാ രീതിയിലും ഒരു സമൃദ്ധി ഉണ്ടാവണമെന്ന് അവരാഗ്രഹിക്കുന്നുണ്ട്. ഇനി ഒരു രീതിയിലും നിങ്ങളെ വിട്ടുകൊടുക്കാൻ അവർ ഇപ്പോൾ ആഗ്രഹിക്കുന്നില്ല എന്നൊരു സാഹചര്യമാണ്, അല്ലെങ്കിൽ എന്നൊരു ചിന്തയാണ് അവർക്കിപ്പോഴുള്ളത്. അപ്പോൾ നിങ്ങളിലേക്ക് വരാൻ എന്ത് കാര്യമാണോ തടസ്സമായിട്ട് നിൽക്കുന്നത്, ആ ഒരു കാര്യത്തെ ഉപേക്ഷിക്കുന്നു എന്നാണ്. നിങ്ങളിലേക്ക് വരാനുള്ള എല്ലാ സാധ്യതകളും അവർക്ക് മുന്നിൽ തുറന്നിരിക്കുന്നു എന്ന് കാണുന്നുണ്ട്. തീർച്ചയായും ഇവിടെ 7 ഓഫ് കപ്സ് വന്നിട്ടുണ്ട്. അപ്പോൾ ഇവിടെ മനസ്സിലാകുന്നൊരു കാര്യം, നിങ്ങളിൽ നിന്ന് അകന്നു പോയിട്ടുള്ള ഒരു സ്നേഹം, അല്ലെങ്കിൽ നിങ്ങൾക്ക് നഷ്ടമായിട്ടുള്ള ആ ഒരു റിലേഷൻഷിപ്പ് ഒരു പുതു എനർജിയോടെ നിങ്ങളുടെ ജീവിതത്തിലേക്ക് തിരികെ എത്താനായിട്ടുള്ള സമയമായിരിക്കുന്നു എന്ന് തന്നെയാണ്. അപ്പോൾ എല്ലാ സമൃദ്ധിയോടും കൂടിയുള്ള ഒരു ജീവിതമാണ് അവർ ആഗ്രഹിക്കുന്നത്.
അപ്പോൾ ഇതാണ് ഇന്നത്തെ റീഡിങ്. ഈ ഒരു റീഡിങ് നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഈ ചാനൽ കൂടി സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. നിങ്ങളുടെ വിലയേറിയ കമൻറ്റുകൾ നിങ്ങൾ അറിയിക്കുക. വീണ്ടും മറ്റൊരു വീഡിയോയിലൂടെ കാണാം. നന്ദി.